മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് കേരളം എന്ന് താങ്കൾക്കറിയാമല്ലോ. ജെൻസന്റെ വിയോഗ വാർത്ത വളരെ വേദനയോടുകൂടിയാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ ഒരു റിപ്പോർട്ട് നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു. ഈ സമയത്ത് ജെൻസൺ റിപ്പോർട്ടറിനോട് പറയുന്നുണ്ട്, ഇവൾക്കിനി ഒരു ജോലി വേണം, ഞാനെങ്ങാനും ഇനി ഇല്ലാതായാൽ ഒരുപാട് ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ, താഴെങ്ങാനും വീണ് എനിക്കെന്തെങ്കിലും പറ്റില്ല, ഇവൾക്ക് ആരുണ്ട്, ഇവളെ അനാഥയാക്കാൻ പറ്റില്ലല്ലോ എന്ന് ജെൻസൺ പറയുന്ന ഒരു റിപ്പോർട്ട് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. എല്ലാ പ്രേക്ഷകരും വല്ലാതെ കണ്ണീരിലായിപ്പോയ ഒരു വീഡിയോ ആയിരുന്നു അത്. മുഹമ്മദ് റിയാസ്, ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രുതി ഒറ്റയ്ക്കായി. ആ വാർത്ത കേട്ടപ്പോൾ താങ്കളും സ്വാഭാവികമായും വേദനിച്ചിട്ടുണ്ടാവാം. ഇനി ശ്രുതി ഒറ്റയ്ക്കാണ്, ശ്രുതിക്കൊരു സർജറി കഴിഞ്ഞു, ഇനി നമുക്ക് എന്താണ് ചെയ്യാനാവുക മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്? ഡോക്ടർ അരുൺ, ഒരു വല്ലാത്ത മാനസിക പ്രയാസമുണ്ടാക്കുന്ന വാർത്തയാണ്. ഞാൻ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. കാര്യങ്ങൾ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. വല്ലാത്തൊരു ദുരന്തമാണ്. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഇതുപോലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇത് നമുക്കൊരു വല്ലാത്ത വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തുടർ ദുഃഖങ്ങളായി ഇത് മാറുകയാണ്. അത് എല്ലാ നിലയിലും പ്രയാസമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രുതിക്ക് എല്ലാ നിലയിലും കൂട്ടായി നിൽക്കേണ്ടതുണ്ട്. ചിലത് നമ്മളെല്ലാവരും കൂട്ടായി നിന്നാലും ചില വേദനകൾ, ചില മുറിവുകൾ ഉണങ്ങില്ല നമുക്കറിയാം. ചിലരുടെ വിയോഗം അത് മറ്റെല്ലാ നിലയിലും നമ്മൾ കൈത്താങ്ങായി മാറിയാലും പൂർണ്ണമായി പരിഹരിക്കപ്പെടാവുന്നതല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ശ്രുതിയെ തനിച്ചാക്കി ഇപ്പോൾ ജയ്സൺ മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രുതിക്കൊപ്പം നിൽക്കേണ്ട സമയമാണ്. അത്രേ എനിക്കിപ്പോൾ ഇതിൽ പറയാനുണ്ട്. ശരിയാണ് മിനിസ്റ്റർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാര്യം ഇവർക്കിപ്പോൾ ഒരു ആശുപത്രി ചെലവുകളെല്ലാം ഇനിയിപ്പോൾ ഏറ്റെടുക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെല്ലാം എന്തായാലും സർക്കാർ തന്നെ വഹിക്കുമല്ലോ അല്ലേ? അതൊക്കെ നമുക്ക് ഇടപെടാവുന്ന വിഷയമാണ്. അത്തരം വിഷയങ്ങളൊന്നും അല്ല ഇവിടെ പ്രശ്നം. നമുക്ക് മാനുഷികമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യർ എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാവുന്നതാണ്. അതിലൊന്നും അല്ല പ്രശ്നം. ഇത് വല്ലാത്തൊരു വാർത്തയാണ്, വല്ലാത്തൊരു സംഭവമാണ്. ഒരു വ്യക്തിക്ക് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തം, അത് ഒരു ക്രൂരമായ ദുരന്തമാണ്. ശരിയാണ് മിനിസ്റ്റർ, നമുക്ക് പറയാൻ പോലും വാക്കുകൾ കിട്ടാത്ത വിധം വേദനിപ്പിക്കുന്ന വാർത്തയാണത്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അതിനുശേഷം നമുക്ക് ശ്രുതിക്ക് ഒരു ജീവിതം കൊടുക്കുന്നതിനെക്കുറിച്ച്, ഒരു താങ്ങാവുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എല്ലാം.